ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ഒരു മനുഷ്യന് ജീവിതത്തിൽ പല നിലയ്ക്കുമുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. കുറച്ചു കാലഘട്ട ശേഷം അവന്റെ വിഭവങ്ങളിൽ വിശാലത ഉണ്ടായപ്പോൾ അവൻ പറയുന്നു റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എന്നെ ബഹുമാനിച്ചു എന്ന്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ, ചില ആളുകൾക്ക് അല്ലാഹു പരീക്ഷണം കൊടുത്തു, അവന്റെ മുമ്പിൽ അത്ര വലിയ സമ്പന്നതയൊന്നും തുറന്നു കിട്ടുന്നില്ല, ഞെരുക്കത്തിൽ നിന്നും ഞെരുക്കത്തിലേക്കാണ് പോകുന്നത്. അവൻ വിചാരിക്കുന്നു, അവൻ പറയുന്നു റബ്ബി അഹാനൻ, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചു എന്ന്. അങ്ങനെയല്ല കാര്യം എന്നാണ്. ഒരാൾ സമ്പന്നനായി എന്നതിന്റെ അർത്ഥം റബ്ബിനാൽ അയാൾ ആദരിക്കപ്പെട്ടു എന്നുമല്ല. ഒരാൾ ദരിദ്രനായി എന്നതിന്റെ അർത്ഥം റബ്ബിനാൽ അയാൾ നിന്ദിക്കപ്പെട്ടു എന്നുമല്ല. സമ്പന്നത അത് ആപേക്ഷികമാണ്. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രനായിരിക്കും, നാളത്തെ ദരിദ്രൻ അടുത്ത ദിവസം സമ്പന്നനായിരിക്കും. ഭൗതിക ജീവിതത്തിന്റെ സംവിധാനത്തെ അള്ളാഹു ആ രൂപത്തിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ച ആളുകൾ, അവരെ പുറന്തള്ളിക്കൊണ്ട് അടുത്ത ആളുകൾ വരുന്നു. ഇനി അവരെയും പുറന്തള്ളാൻ അടുത്ത ആളുകൾ വരും. ഇത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ അള്ളാഹുവിന്റെ ഒരു നടപടിയാണ്. നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് എന്നെന്നും അവശേഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും. അപ്പൊ എന്നെന്നും നിലനിൽക്കുന്ന സമ്പന്നൻ, ധന്യത അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നതുപോലെ തന്നെ അധികാരവും, സമ്പന്നത പോലെ തന്നെയാണ് അധികാരവും ആപേക്ഷികം. യഥാർത്ഥ അധികാരം അള്ളാഹുവിൻ്റെത് മാത്രം, ബാക്കിയെല്ലാം താൽക്കാലികമാണ്. അത് പറയുന്നതിനും നമുക്ക് ദൂരെ എങ്ങും പോകണ്ട. അതിന്റെ ഉദാഹരണം മനസ്സിലാക്കാൻ, ഇപ്പോൾ സിറിയയിൽ നിന്ന് ഭരണം വിട്ട് ഇറങ്ങി ഓടിയ ഒരു ഭരണാധികാരിയെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു, ബഷാറുൽ അസദ്. 50 വർഷമാണ് ഒരു പ്രദേശം ഏകാധിപത്യത്തോടെ, സ്വേച്ഛാധിപത്യത്തോടെ ഭരണം നടത്തിയത്. അസദ് കുടുംബത്തിന്റെ അധികാര വാഴ്ചയ്ക്ക് അന്തിമം കുറിച്ചുകൊണ്ട് അധികാരത്തിന്റെ എല്ലാവിധ സുഖലോലുപതകളെയും വിരാജിച്ചിരുന്ന സിറിയൻ ഭരണാധികാരിയായിരുന്ന ബഷാറുൽ അസദ് അധികാരം വിട്ട് ഇറങ്ങുമെന്ന് നമ്മൾ ആരെങ്കിലും ഊഹിച്ചോ? അധികാരം ആപേക്ഷികമാണ്. അതിനു മുമ്പാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരം വിട്ടിറങ്ങി ഓടിയത്. അങ്ങനെ എത്ര ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ, ഭരണാധികാരികൾ നിമിഷങ്ങൾ കൊണ്ട് തന്റെ കൺമുന്നിൽ തന്റെ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. ഇന്നലെ വരെ താൻ മറ്റാരെയോ അഭയാർത്ഥികളാക്കിയിരുന്നു, ഇന്ന് താൻ അഭയാർത്ഥിയായിരിക്കുന്നു. അങ്ങനെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഖുൽ പ്രവാചകരെ അങ്ങ് ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവേ അധികാരത്തിന്റെ അധികാരിയായവനെ. അധികാരത്തിന്റെ അധികാരി ലോകത്ത് ആരാകട്ടെ, ഏത് ഭരണകർത്താവാകട്ടെ, രാജാവാകട്ടെ, എത്ര കാലം കൊണ്ട് ആ കസേരയിൽ കമിഴ്ന്ന് കിടക്കുന്നവനാകട്ടെ, അവന് അധികാരം കൊടുത്തവൻ അല്ലാഹുവാണ്. മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അധികാരം വലിച്ചൂരുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അന്തസ്സ് നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിച്ചവരെ നിന്ദനാക്കുകയും ചെയ്യുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ നന്മകളും ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അല്ലാഹ്.
അധികാരം നൽകുന്നവൻ അല്ലാഹ്, അധികാരം വലിച്ചൂരുന്നവനും അല്ലാഹ്. അപ്പൊ യഥാർത്ഥ അധികാരി ആരാണ്? അല്ലാഹയാണ്. യഥാർത്ഥ സമ്പന്നത ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. യഥാർത്ഥ ധന്യത ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. യഥാർത്ഥ ആധിപത്യം അള്ളാഹുവിൻ്റെത്, യഥാർത്ഥ അധികാരം അള്ളാഹുവിൻ്റെത്. വിശുദ്ധ ഖുർആൻ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. മാ ളനൻതും അൻ യഖ്റുജു വളന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ് ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. മാ ളനൻതും, നിങ്ങൾ വിചാരിച്ചില്ല, അൻ യഖ്റുജു, അവർ പുറത്തു പോകുമെന്ന്. 50 വർഷമായിട്ട് ഒരു ജനതയെ എല്ലാവിധ സമഗ്രാധിപത്യത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ തനിക്ക് ഭൂലോകത്തുള്ള സ്വാധീനം കണ്ടിട്ട് ബഷാറുൽ അസദ് അധികാരത്തിൽ നിന്ന് കുടിയിറക്കപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? 50 വർഷം ഭരണം നടത്തിയ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും ഒരാഴ്ച കൊണ്ട് പടച്ചവൻ ഇറക്കി കളഞ്ഞു. അവർ പുറപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല, പുറത്തു പോകുമെന്ന്. അവർ വിചാരിച്ചു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്, അവരുടെ അധികാര കൊത്തളങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന്. മിനല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന്. മിൻ ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, അല്ലാഹു അവരുടെ അടുക്കൽ വന്നു. ഖുർആനിന്റെ പ്രയോഗമാണ്. അല്ലാഹു അവരുടെ അടുക്കൽ വന്നു. മിൻ ഹൈസു ലം യഹ്തസിബു, അവർ വിചാരിക്കാത്ത രൂപത്തിൽ. പടച്ചവന്റെ ചില പ്രത്യേകമായ ഇടപെടലുകൾ ചരിത്രത്തിൽ സംഭവിക്കുന്നത് മനുഷ്യൻ കണക്ക് കൂട്ടുന്നത് പോലെയല്ല. ഇപ്പോ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം, നമ്മൾ വിചാരിക്കും ഇവർ യുദ്ധം ചെയ്ത് ഇവർ യുദ്ധത്തിലൂടെ ജയിച്ച് നമ്മൾ കണക്ക് കൂട്ടുന്ന ഒരു രൂപത്തിലേക്ക് എത്തുമെന്ന്. പക്ഷെ ഫലസ്തീനികളുടെ വിജയം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കും സംഭവിക്കുക. അത് സുന്നത്തുല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ, ഇതിനു മുമ്പ് പടച്ചവന്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ് ചലിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ബഷാറുൽ അസദിന്റെ കൊട്ടാരം ഇന്ന് അതിന്റെ മുഴുവൻ അറകളും ലോകം കണ്ടു. സാധാരണക്കാരായ മനുഷ്യർ ആ കൊട്ടാരത്തിൽ ഇടം പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന വില കൂടിയ പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, 25 ലക്ഷം രൂപ വരെ വില വരുന്ന ബാഗുകൾ മനുഷ്യർ എടുത്തുകൊണ്ടു പോവാണ്. പൗരന്മാർ എടുത്തുകൊണ്ടു പോകുന്ന രംഗം. തന്റെ ശീതീകരിച്ച സ്വീകരണ മുറികളിൽ അവിടെയുള്ള പൗരന്മാർ വന്ന് സെൽഫി എടുക്കുകയാണ്. അവിടെ നിരത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, 40-ലധികം ആഡംബര വാഹനങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കൊട്ടാരമാണ്. സ്പോർട്സ് കാറുകൾ, റോൾസ് റോയ്സുകൾ, ബെൻസുകൾ, അങ്ങനെ എന്തെല്ലാം മുന്തിയ വാഹനങ്ങൾ കിടന്നിരുന്ന ഇടം. ആ അധികാര കേന്ദ്രം വിട്ടുകൊണ്ടാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ 2023 റിപ്പോർട്ട് പ്രകാരം സിറിയൻ ജനതയിൽ 90% വരുന്ന മനുഷ്യരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരാണ്. ആ നാട്ടിലാണ് ഒരു ഭരണാധികാരിയുടെ ധൂർത്ത്, ഒരു ഭരണ സ്ഥിരാകേന്ദ്രം എത്ര ആഡംബര സമുച്ചയമായിരുന്നു നാം കാണുന്നത്. 37 ലക്ഷം മനുഷ്യരാണ് തുർക്കിയിൽ മാത്രം അഭയാർത്ഥികളാക്കപ്പെട്ടത്. തുർക്കിയിൽ മാത്രം അഭയാർത്ഥികളാക്കപ്പെട്ട സിറിയൻ ജനത 37 ലക്ഷം മനുഷ്യരുടെ കണ്ണുനീരാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി അധമന്മാരാക്കപ്പെട്ട സിറിയൻ ജനത വേറെ. എത്രയോ അഭിമാനപൂർവം ഷാമിന്റെ അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് മുതലാളിമാരായി കഴിഞ്ഞിരുന്ന ആളുകൾ പാശ്ചാത്യ ലോകത്ത് ഇന്ന് അവരെ അടിമകളാണ്. അവരെ അടിമകളാക്കി രാസായുധം സ്വന്തം ജനതയുടെ മേൽ പ്രയോഗിച്ച ഒരേ ഒരു ആധുനിക ഭരണാധികാരിയാണ് ബഷാറുൽ അസദ്. 50 വർഷത്തെ സമഗ്രാധിപത്യം, ഒരു കുടുംബത്തിന്റെ വാഴ്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ സഹായിച്ചു എന്ന് നാം പ്രതീക്ഷിക്കുന്നു. അല്ലാഹു ആ സഹായം നിലനിർത്തട്ടെ, അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യട്ടെ. അഭയാർത്ഥികളാക്കപ്പെട്ട ജനതയ്ക്ക് തിരിച്ചവരുടെ മണ്ണിലേക്ക് മടങ്ങി വരാൻ പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര പഴക്കം ചെന്ന
സമഗ്രാധിപതിയാണെങ്കിലും പടച്ചവന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ തീരുന്നതേ ഉള്ളൂ എല്ലാം. അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവരുടെ അടുക്കൽ പോയി എന്ന ഖുർആൻ പറഞ്ഞത്. നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അധികാരത്തെ എടുത്തു കളയുന്നു. പരിശുദ്ധ ഖുർആനിൽ ഫിർഔനിന്റെ ചരിത്രം പറയുമ്പോഴും അള്ളാഹു പറയുന്നുണ്ട്, ഫിർഔനിന്റെ നാശത്തിന് ശേഷമുള്ള ഈജിപ്തിന് കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. കം തറകൂ, എത്രയാണ് മിൻ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളും അരുവികളും അവർ വിട്ടിട്ട് പോയത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം, സുഭിക്ഷമായ മിസ്രിന്റെ കാർഷിക വിഭവങ്ങളിൽ നിന്നുമാണ് അവർ കുടിയിറക്കപ്പെട്ടത്. വമഖാമിൻ കരീം, മാന്യമായ സ്ഥാനങ്ങളിൽ നിന്ന്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ഉല്ലസിച്ച് ആഹ്ലാദിച്ചു കഴിഞ്ഞിരുന്ന അനുഗ്രഹങ്ങളിൽ നിന്നല്ലയോ കുടിയിറക്കപ്പെട്ടത്. അവർ സുഭിക്ഷമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന വിഭവങ്ങളെ നാം അനന്തരമായി കൊടുത്തു മറ്റൊരു ജനതയ്ക്ക്. എന്നാ കൊട്ടാരത്തിൽ കയറി ഭരണാധികാരിയുടെ ബഷാറിന്റെ എല്ലാ വിഭവങ്ങളും പൗരന്മാരെടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ആയത്ത് കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ, അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വിഭവങ്ങൾ, വസ്തുക്കൾ, സുഖ സൗകര്യങ്ങൾ നാം മറ്റൊരു ജനതയ്ക്ക് പകരം കൊടുത്തു. ആകാശവും ഭൂമിയും അവർ പോയതിന്റെ പേരിൽ കരഞ്ഞില്ല എന്ന് ഖുർആൻ. ഒരു പൂച്ചക്കുഞ്ഞു പോലും കരഞ്ഞില്ല. ആകാശവും ഭൂമിയും അവരുടെ മേൽ കരഞ്ഞില്ല. 80 വയസ്സ് തികഞ്ഞ സാലിം റാഫി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ, സിറിയയിലെ ഒരു പ്രധാനപ്പെട്ട ജാമിഅ മസ്ജിദിന്റെ ഇമാമും, 10,000-കണക്കിന് വരുന്ന സിറിയൻ ജനതയെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിൽ 80 വയസ്സായി എനിക്കിന്ന് എന്റെ ജീവിതത്തിൽ പലതവണ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, പലതവണ ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മിമ്പറുകളിൽ എത്ര വർഷമായി നടത്തുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലാ തുമീതനാ, അല്ലാഹുമ്മ ലാ തുമീതനാ ഹത്താ നറാ ഹാദൽ യൗം. അല്ലാഹുവേ, ഈ ദിവസം കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ദിവസം കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ എന്ന് കാലം എത്രയായി സിറിയയുടെ മിമ്പറുകളിൽ നിന്ന് ഇമാമിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഖബൂലിയത്താണ് ഇന്ന് സിറിയൻ ജനത അനുഭവിക്കുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. ഡോക്ടർ സാലിം റാഫി, 80 വയസ്സുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ 50 വർഷ അദ്ദേഹത്തിന്റെ 50 വയസ്സ് ഈ ഭരണകാലഘട്ടത്തിലാണ് ജീവിച്ചത്. ഇത് ഇവിടെയുള്ള ഈ ജനതയുടെ പരാക്രമങ്ങൾ, ഒരു ജനത സന്തോഷിക്കാണ്, ആഹ്ലാദിക്കാണ്. ഭരണാധികാരിയുടെ തിരോധാനത്തിന്റെ പേരിൽ ആകാശഭൂമികൾ അവരുടെ മേൽ കരഞ്ഞില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ചരിത്രത്തിന്റെ ആവർത്തനമാണ്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിലും നാം സ്വീകരിക്കേണ്ട പ്രതീക്ഷ എത്ര വലുതായിരിക്കണം. താൽക്കാലികമായ എന്തെങ്കിലും അധികാരപരമായ എന്തെങ്കിലും സ്ഥാനങ്ങൾ കണ്ട്, സുഖലോലുപതകൾ കണ്ട് അതാണ് ശരി എന്ന് ചിന്തിച്ച്, അതാണ് ശാശ്വതം എന്ന് ചിന്തിച്ച് നമ്മുടെ വിശ്വാസത്തെ നാം ദുർബലമാക്കരുത്. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ സഹായം നമ്മളോടൊപ്പമുണ്ട്, മുഅ്മിനീങ്ങളോടൊപ്പമുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമകാരികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് താങ്കൾ വിചാരിച്ചു പോകരുത് എന്ന് പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നുണ്ട്. എത്ര കാലമായി എവിടെയെല്ലാം ഏതെല്ലാം മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നു, പരീക്ഷിക്കപ്പെടുന്നു.
രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു നാടാണ് ഷാം, സിറിയ. പൗരാണിക ഷാം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. ഇന്നത്തെ ഫലസ്തീനൊക്കെ അടങ്ങുന്ന വിശാലമായ ഒരു ഭൂപ്രദേശം. അത് പിന്നീട് ചെറു ചെറു രാജ്യങ്ങളായി മാറിപ്പോയതാണ്. അല്ലാഹുമ്മ ബാരിക് ഫീ ഷാമിനാ, അല്ലാഹുമ്മ ബാരിക് ഫീ ഷാമിനാ വഫീ യമനിനാ. റസൂലുള്ളാഹി തങ്ങളുടെ ദുആയാണ്, അല്ലാഹുവേ ഞങ്ങളുടെ ഷാമിൽ നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ യമനിൽ നീ ബർക്കത്ത് ചെയ്യണമേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. അല്ലദീ ബാറക്നാ ഹൗലഹു, എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സയാണ്. ബാറക്നാ ഹൗലഹു, നാം അതിനു ചുറ്റും ബറക്കത്ത് ചെയ്തിരിക്കുന്നു. ബാറക്നാ ഹൗലഹു, നാം അതിനു ചുറ്റും ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അതിനു ചുറ്റും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാം എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഷാം ഇന്ന് സൂരിയ, സിറിയ അള്ളാഹു അനുഗ്രഹിച്ച നാടാണ്. എന്തുകൊണ്ട് ആ ജനതയ്ക്ക് അങ്ങനെ ഒരു പരീക്ഷണം വന്നു? ദീനിയായും ദുനിയവിയുമായും അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് യഥാർത്ഥത്തിൽ ഷാം. ദീനിയായിട്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമാണ് ഷാം. പ്രത്യേകിച്ച് ഡമസ്കസ്. ഡമസ്കസിൽ നിന്നാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ വായിക്കുന്ന അറബ് ഗ്രന്ഥങ്ങൾ ബഹുഭൂരിഭാഗവും രചിക്കപ്പെട്ട പണ്ഡിതന്മാര്. ഇമാം നബവിയെ പോലെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെ ഉള്ള പ്രഗത്ഭരായ ലോക പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത ഉമ്മയാണ് ദിമഷ്ക്, ഡമസ്കസ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിനോട് അനുബന്ധമായി അടയാളപ്പെടുത്തിയ ഒരു പ്രദേശമാണ് ദിമഷ്ക്. ലാ തഖൂമു സ്സാഅതു ഹത്താ യൻസില ഈസ ഇബ്നു മറിയം ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖിയ്യ. ദിമഷ്ക്, മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം അന്ത്യദിനത്തിനോട് അനുബന്ധമായി അവതരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പറഞ്ഞു, ഡമസ്കസിന്റെ മസ്ജിദിന്റെ കിഴക്കേ വെള്ളമിനാരം വഴി എന്ന് പറഞ്ഞു. അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ട സ്ഥലം ജാമിഉൽ അമവി എന്ന അതിപൗരാണികമായ മസ്ജിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ അവിടെ ഡമസ്കസിന്റെ നാഗരികത ശൈശവദശയിലാണ് ഉള്ളത്, വളരാത്ത. അതിന് പല നാഗരികമായ പൈതൃകമുണ്ടെങ്കിലും മസ്ജിദ് ജാമിഉൽ അമവി എന്നൊരു മസ്ജിദ് അവിടെ ഇല്ല. പിന്നെ വന്ന മസ്ജിദാണ്. ആ മസ്ജിദിന്റെ കിഴക്കേ മിനാരം വഴി മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം കടന്നു വരുമെന്ന് പറഞ്ഞത് ഡമസ്കസിനെ പറ്റിയാണ്. ആദ്യത്തെ അസ്ർ നമസ്കാരം ഭൂമിയിൽ നിർവഹിക്കപ്പെടും ഈസ ഇമാം മഹദിയുടെ പുറകിൽ ഡമസ്കസിലാണ്. അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ട നാടാണ് ഷാം, സിറിയ. ഇദാ ഫസദ അഹ്ലുശ് ഷാം ഫലാ ഖൈറ ഫീകും എന്ന് റസൂലുള്ളാഹി തആല. ഷാമുകാർ മോശമായി കഴിഞ്ഞാൽ ദുനിയാവ് മുഴുവനും ഖൈർ നിഷേധിക്കപ്പെട്ടു. ഷാമിന്റെ തകർച്ച, സിറിയയുടെ തകർച്ച ലോകത്തിന്റെ തകർച്ചയാണ് എന്ന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട നാടാണ് ഷാം. അവിടുത്തെ മനുഷ്യരെ, അവിടുത്തെ ജനതയെ മാധ്യമങ്ങൾ പലപ്പോഴും ചിത്രീകരിക്കുന്നത് പോലെ മാർദ്ദവമായ ഹൃദയങ്ങളുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ അത് അംഗീകരിക്കും? നമുക്ക് ചിരി വരൂലേ? മാർദ്ദവമായ ജനങ്ങളോ, മാർദ്ദവമായ ഹൃദയങ്ങളുള്ള ആളുകൾ, മനുഷ്യരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തിനോടനുബന്ധമായി ജുൻദുൻ ബിൽ യമൻ, യമനിൽ ഒരു സൈന്യം, ജുൻദുൻ ബിൽ ഷാം, സിറിയയിൽ ഒരു സൈന്യം, ജുൻദുൻ ബിൽ ഇറാഖ്, ഇറാഖിൽ ഒരു സൈന്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ എവിടെ അഭയം പ്രാപിക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ഷാമിൽ അഭയം പ്രാപിക്കുക. മുസ്ലിമീങ്ങളുടെ താവളമാണ് ഷാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് ഷാം. അല്ലാഹു അനുഗ്രഹിച്ച ഒരു നാടാണ് ഷാം. കാർഷിക വിഭവങ്ങൾ കൊണ്ട് വാണിജ്യ മേഖല വിശാലമാണ്. എല്ലാ നിലയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുടെ ഈ സുഖലോലുപതകൾ തകരാൻ
അറിഞ്ഞോ അറിയാതെയോ ആ ജനതയിൽ സംഭവിച്ചു പോയ മതിമറന്നുള്ള ചില ആഹ്ലാദങ്ങളുണ്ട്. ഞാനൊരു ഡോക്യുമെന്ററി കണ്ടു. അതില് സിറിയൻ ജനതയുടെ ഒരു കാലഘട്ടത്തെ രണ്ട് ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ഡോക്യുമെന്ററി. അതിലൊരു ചിത്രം അവര് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കല്യാണങ്ങളും മറ്റ് ആഘോഷ പരിപാടികളും എല്ലാം വളരെ സന്തോഷത്തോടെ ആഹ്ലാദിക്കുന്ന ഒരു ജനത. അതിലേക്ക് പാശ്ചാത്യവൽക്കരണം വന്നപ്പോൾ സിയോണിസത്തിന്റെ കടന്നുവരവുണ്ടായപ്പോൾ ദൈവനിഷേധത്തിന്റെ വഴികൾ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ആ ജനതയുടെ സന്തോഷം അമിതാഹ്ലാദത്തിലേക്കും അഹങ്കാരത്തിലേക്കും നന്ദികേടിലേക്കും, എന്തിനേറെ നിസ്കരിക്കുന്ന ഉമ്മത്തിനെ നമുക്ക് വളരെ നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ കുറഞ്ഞു വന്നു. മസ്ജിദിലൊക്കെ ആള് കുറഞ്ഞു. വീടുകളിൽ ദീനില്ലായ്മ സജീവമായി. സുബഹി നമസ്കരിച്ചിട്ട് കാലങ്ങളായ മനുഷ്യര്, വീടുകള്, കുടുംബങ്ങള് ഷാമിലുണ്ടായി. അവര് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുന്ന പ്രവാചകന്റെ ദുആ ലഭിച്ച ഒരു നാടാണ്. ആലോചിക്കണം, പ്രവാചകന്റെ പ്രാർത്ഥന ലഭിച്ച ഒരു നാട്. ആ നാട് പിന്നീട് അടുത്ത ചിത്രം, ആ ഡോക്യുമെന്ററിയിൽ ചിത്രീകരിക്കുന്ന മറ്റൊരു ചിത്രം, അതേ ജനത അഭയാർത്ഥികളാക്കപ്പെടുന്ന രംഗമാണ്. ഈ ആഹ്ലാദിച്ച ജനത കണ്ണുനീര് വാർക്കുന്ന ചിത്രമാണ്. നിസ്സഹായരായി നോക്കി നിൽക്കുന്ന പുരുഷന്മാരുടെ ചിത്രമാണ്. അവർ ആ അനുഗ്രഹങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെട്ടു പോയി. പരീക്ഷണം വന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ രണ്ട് സന്ദർഭങ്ങൾ. ഷാമിലൂടെ കടന്നു. ഷാം എന്നാൽ മറുഭാഗത്ത് ത്വാഇഫത്തുൽ മൻസൂരീൻ, ചെറുസംഘം മുഴുവൻ ആ രംഗത്തെ, ആ പ്രദേശത്തെ കടന്നാക്രമിക്കുന്ന സിയോണിസത്തിന്റെ, പാശ്ചാത്യവൽക്കരണത്തിന്റെ എല്ലാവിധ പിടിമുറുക്കങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് കുതറിയോടി ഷാമിന്റെ തനതായ പകർപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ. ആ പാശ്ചാത്യവൽക്കരണത്തിന്റെ പ്രതീകമാണ് ബഷാറുൽ അസദ്. അദ്ദേഹം അവിടെ നിർവഹിച്ച മതവിരോധത്തിന്റെ കഥകൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ത്വാഇഫത്തുൽ മൻസൂരീൻ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തസാലു മിൻ ഉമ്മത്തി ത്വാഇഫത്തുൻ മൻസൂരീൻ, അല്ലാഹുവിനാൽ സഹായം ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറു സംഘം അവിടെ ഉണ്ടാകും. ഖുർആനിനെ, ദീനിനെ, ഇസ്ലാമിനെ അവിടെ നിന്ന് കുടിയിറക്കാൻ ഏതെല്ലാം പാശ്ചാത്യ ലോബികൾ ശ്രമിച്ചാലും ശരി തന്നെ, അവിടെ കൊണ്ട് സിയോണിസത്തിന്റെ എത്ര ബോംബുകൾ വർഷിച്ചാലും ശരി തന്നെ, ഡമസ്കസിനെ മലീമസമാക്കാൻ ശ്രമിച്ചാലും ശരി തന്നെ, ത്വാഇഫത്തുൻ മൻസൂരീൻ, അല്ലാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം അവിടെ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനം നമ്മുടെ ഷാം എന്നല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും, വിശിഷ്യ മുസ്ലിം സമൂഹത്തിന്റെ വിജയത്തിന്റെ ആധാരം ഭൗതികതയിൽ മതിമറന്ന്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മതിമറന്ന് ധിക്കരിച്ച് ജീവിക്കലല്ല. ഇതൊക്കെ എന്തിന് എന്ന് ചിന്തിക്കുന്ന ഒരു നിസാരമായ ഒരു ചിന്ത നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ വല്ലാഹി നമ്മളും പരീക്ഷിക്കപ്പെടും. ഷാമുകാരെക്കാൾ കരുത്തരാണോ നമ്മള്? പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖംസുൻ, 5 കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിന്ന, നിങ്ങൾ ആ 5 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികുഹുൻ, അവകൾ, ആ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. 1, ലം തദ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഒരു ജനതയിൽ മ്ലേച്ഛമായ പ്രവർത്തികൾ പരസ്യമാവുകയില്ല. ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം, മുമ്പ് കഴിഞ്ഞുപോയ ആളുകളിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത പലതരം പകർച്ചവ്യാധികളും രോഗങ്ങളും ആ രാജ്യത്ത്, ആ നാട്ടിൽ പരന്നിട്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ ചെയ്യുന്നു എന്നുള്ളതല്ല, തിന്മ പരസ്യമാകുന്നു എന്നുള്ളതാണ്. മദ്യപാനം പണ്ട് ആരും അറിയാതെ ചെയ്തിരുന്ന പ്രവൃത്തി ഇന്ന് നാഗരികതയുടെ ഒരു അന്തസ് കാണിക്കുന്ന ഒരു അടയാളമായി മാറിയിരിക്കുന്നു. മദ്യപാനം പരസ്യമായി കുടിക്കുക എന്ന് പറയുന്നത്. മദ്യപിക്കാത്ത പുരുഷൻ ദുർബലനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. വ്യഭിചാരം വളരെ മോശമായി കണ്ടിരുന്നു, രഹസ്യമായി പല സ്ഥലങ്ങളിലും നടന്നിരുന്നു. ഇന്നത് പരസ്യമാണ്. അതിന് വേണമെങ്കിൽ പല നിലയ്ക്കുമുള്ള ആദർശത്തിന്റെ അടികുറപ്പും കിട്ടും നമുക്ക്.
സ്വാതന്ത്ര്യം എന്ന അടിക്കുറിപ്പോടുകൂടി ഈ തിന്മകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലം യൻഖുസു അൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദു ബിസ്സിനീൻ. അളവിലും തൂക്കത്തിലും ഒരു ജനത കൃത്രിമം കാണിക്കുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവരിൽ ക്ഷാമവർഷങ്ങൾ പിടികൂടിയിട്ടല്ലാതെ. ക്ഷാമവർഷങ്ങളുണ്ട്. വശിദ്ദത്തിൽ മഉന, കഠിനമായ ചിലവ്. എത്ര കിട്ടിയിട്ടും ജീവിതത്തിൽ തികയുന്നില്ല. ഒരു മാസം 1 ലക്ഷം 2 ലക്ഷം റുപ്യയൊക്കെ സാലറി ഉണ്ട്, എന്നാലും കടക്കാരനാണ്. അങ്ങനെ അവസ്ഥ. വശിദ്ദത്തിൽ മഉന വജൗരി സുൽത്താനി അലൈഹിം, അക്രമിയായ ഭരണാധികാരികളുടെ അക്രമം കൊണ്ടും ആ ജനത പരീക്ഷിക്കപ്പെടും. വലം യംനഉ സകാത അംവാലിഹിം, അവരുടെ സമ്പത്തിന്റെ സകാത്തിനെ അവർ തടഞ്ഞു വെക്കുകയില്ല. ഇല്ലാ മുനിഉൽ ഖതറ മിനസ് സമാ, ആകാശത്തിൽ നിന്നും മഴ തടയപ്പെട്ടിട്ടല്ലാതെ. എന്നിട്ട് പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത്രയും വലിയ അരാജകത്വം ഇവിടെ നടമാടുമ്പോഴും മഴ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മ കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. വലൗലൽ ബഹാഇമു ലം യുംതിറു, ഈ കാലികൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ മഴ പോലും ലഭിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യൻഖദു അഹ്ദല്ലാഹി വ അഹ്ദ റസൂലിഹി, അല്ലാഹുവിന്റെ കരാറും അവന്റെ റസൂലിന്റെ കരാറും ലംഘിക്കുന്ന ഒരു സമൂഹം ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം, പുറത്തു നിന്ന് വരുന്ന ശത്രുക്കളാൽ ആ സംഘം, ആ സമൂഹം പരീക്ഷിക്കപ്പെടും, ആ ആധിപത്യത്തിന് ഇരകളാക്കപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൃത്യവും വ്യക്തവുമായി നമ്മുടെ രോഗം എന്താണെന്നും ആ രോഗത്തിന്റെ ചികിത്സ എന്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. രോഗം കൃത്യമാണ്. നമ്മളിൽ പടർന്നിരിക്കുന്ന രോഗം ദീനില്ലായ്മയാണ്, മതനിഷേധമാണ്, നിസ്കാരം നിലനിർത്താത്ത അവസ്ഥയാണ്, സകാത്ത് കൊടുക്കാത്ത അവസ്ഥയാണ്, ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മികമായ മൂല്യങ്ങൾ പാലിക്കപ്പെടാത്തതാണ്. മസ്ജിദുകളിൽ നിന്ന് ആളുകൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ നാട്ടിനെ അള്ളാഹുവിന്റെ പരീക്ഷണം പിടിമുറുക്കാനിരിക്കുന്നു എന്നുള്ളതാണ്. അത് സിറിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠമാണ്. ഒരു കാലഘട്ടത്തിൽ ഉലമാക്കളിൽ വലിയ ചർച്ചയായിരുന്നു, എന്തുകൊണ്ടാണ് സിറിയയിൽ ഇത്രമാത്രം മതനിഷേധം വളരുന്നത് എന്ന്. എനിക്ക് എത്ര ഫത്വകൾ കാണാനറിയോ ഷാമിനെ പറ്റി. സിറിയൻ ജനതയിൽ വളർന്നു വന്ന മതനിഷേധം ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. ഭൗതികതയോടുള്ള അമിതമായ പ്രേമം, സുഖാഡംബരങ്ങളിൽ മതിമറന്നുള്ള ജീവിതം. ഏത് നാട്ടിലാണ് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ലഭിച്ച നാട്? ആ നാടിനെ അല്ലാഹു പരീക്ഷിച്ചെങ്കിൽ നമ്മൾക്ക് എന്ത് ഒഴിവാണുള്ളത് ആ കാര്യത്തിൽ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഉണർന്ന് മനസ്സിലാക്കണം. ഞാൻ എന്നിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് പരിശുദ്ധമായ ദീനനുസരിച്ചുള്ള ജീവിതം ആരംഭിക്കണം. നമസ്കാരം നിലനിർത്താത്ത വീടുകൾ, കുടുംബങ്ങൾ, അത് ശ്മശാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എന്തെല്ലാം നിങ്ങൾ വർണ്ണങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര കോടികൾ വില മതിക്കുന്ന വീടാണെങ്കിലും ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. നമസ്കരിക്കാത്ത ആളുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക. എത്ര കാലമായി സുബഹി നമസ്കരിച്ചത്? നമ്മുടെ വീടുകളുടെ അവസ്ഥ. നമ്മുടെ പുരുഷന്മാർ ഇപ്പോഴും ആഫിയത്ത് ഉണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും മസ്ജിദിൽ വരാൻ സൗകര്യമുണ്ടായിട്ടും വീടുകളിൽ തന്നെ നിസ്കാരം ഒതുക്കുന്നവർ അല്ലെങ്കിൽ നിസ്കരിക്കാത്തവർ. ആലോചിക്കണം. നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ മസ്ജിദുകൾ നമസ്കാരക്കാരാൽ അനുഗ്രഹീതമാകണം. അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു ഗ്രാമവാസികൾ, ഒരു പ്രദേശവാസികൾ, അവർ മുഅ്മിനീങ്ങളായി, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു. ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വിജയത്തിന്റെ വഴി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം, നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കാര്യമൊന്നുമില്ല. നമ്മൾക്ക് പാർലമെന്റിൽ മുസ്ലിം മെമ്പർമാർ ഒരുപാട് പേരുണ്ട്, ഇത്ര അംഗങ്ങളുണ്ട്, കാര്യമില്ല. കോടതി വ്യവഹാരങ്ങളിലും മറ്റു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം മുസ്ലിമീങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അതിലല്ല, അതൊക്കെ നടക്കട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലും അവന്റെ ജീവിത ചെലവ് നടന്നു പോകാനൊക്കെ അത് ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം വിജയിക്കുമെന്ന് നാം പ്രതീക്ഷിക്കണ്ട. ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയത്തിന്റെ ആധാരം ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ.
അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കും ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അന്തസ്സും വിജയവും അതേ ഉള്ളൂ. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, കപട വിശ്വാസികൾക്ക് ഇത് മനസ്സിലാകൂല എന്നും അല്ലാഹു പറയുന്നുണ്ട്. വിശ്വാസം ദുർബലരായ ആളുകൾക്ക് ഇതെന്തായി പറയുന്നത് എന്ന് ചിന്തിക്കും. അവർക്ക് ഇത് മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഖൽബ് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും തുറന്നു വെക്കുക, അവന്റെ ദീൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുക. ഏറ്റവും ചുരുങ്ങിയത് 5 നേരത്തെ നമസ്കാരം നിലനിർത്തുന്നവരായി മുഅ്മിനീങ്ങൾ മാറണം. പ്രത്യേകിച്ച് പലപ്പോഴും ഉണർത്തിയിട്ടുള്ളത് പോലെ കൊറോണ കാലഘട്ടം വന്നതിന് ശേഷം പൊതുവെ എല്ലാ മസ്ജിദുകളിലും പഴയ നമസ്കരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ പുറകിലോട്ട് നിൽക്കുകയാണ്. പലരുടെയും നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് തന്നെ കാരണമായി കുറച്ചു നാളുകൾ മസ്ജിദുകൾ അടച്ചുപൂട്ടിയിട്ടപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ചിന്ത വന്ന് പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോ വീട്ടിൽ തന്നെ ആകാമെന്ന്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാമും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നമ്മുടെ മക്കളടക്കം നമ്മുടെ ഭാര്യയടക്കം നമ്മുടെ മാതാപിതാക്കളടക്കം നമസ്കാരക്കാരാകണം. ഒരു വഖത്ത് നമസ്കാരം പോലും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ, സമ്പത്തിന്റെ സകാത്ത് കൃത്യമായി കൊടുത്തു വീടുന്ന മുഅ്മിനീങ്ങൾ നമ്മളിൽ പൂർണ്ണമായി ഉണ്ടാകണം. കച്ചവടത്തിലും മറ്റു വ്യവഹാരങ്ങളിലും നീതി പാലിക്കുന്നവർ നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഉമ്മത്തായി നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.